വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി കുറച്ചധികം നാളായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടല്ലേ. കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം, അതായത് 2-2.5 മാസമായിട്ട് ഞാൻ ഒരു വീഡിയോയും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു കോണ്ടന്റും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല, ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയേർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു മൂഡ് വേണമല്ലോ, ആ മൂഡ് ഉണ്ടായിരുന്നില്ല, അതാണ് സംഭവം. സോ എനിവേസ് അതിശക്തമായി ഞാൻ തിരിച്ചു വന്നേക്കുകയാണ്. ഐ ഹോപ്പ് എനിക്കിനി റെഗുലറായിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം. എനിക്ക് ഉറപ്പില്ല ഇപ്പോഴും, ബിക്കോസ് ഇന്നിപ്പോൾ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ബോറാണല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഒരു വീഡിയോ വീണ്ടും ഇട്ടുകൂടാം, യൂട്യൂബിലേക്ക് വീണ്ടും നമുക്കൊരു കോണ്ടന്റ് കൊടുക്കാം എന്നോർത്തു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തത്. സോ എനിവേസ് ഞാൻ ഇനി റെഗുലറായിട്ട് ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം. കുറേ പേര് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് പേര് എനിക്ക് അന്ന് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായി, എന്ത് ചെയ്യേ കോണ്ടന്റ് ഒന്നും കാണുന്നില്ലല്ലോ യൂട്യൂബിൽ വീഡിയോസ്, എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കാരണം, എനിക്ക് ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ പല കാരണങ്ങൾ വന്ന് കയറിയത് കൊണ്ട് എനിക്ക് ഇടാൻ പറ്റാഞ്ഞതാണ്. സോ എനിവേസ് എന്തായാലും ഞാൻ റെഗുലറായിട്ട് ഇനി ശ്രമിക്കാം ഇനി വീഡിയോസൊക്കെ ഇടാൻ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ബോർ അടിക്കുന്നുണ്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്, പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ. എനിക്ക് പറ്റുന്നതാണെങ്കിലും ഞാനത് ചെയ്ത് തരാം, വീഡിയോ എടുക്കാം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോണ്ടന്റ് ഞാൻ എന്താ പോസ്റ്റ് ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷാണ്. ആരും ഇതുവരെ അങ്ങനെ ഞാൻ ചെയ്ത് കാണാത്ത ഒരു സാധനമാണ്. സോ വാട്ട്സ് ഇൻ മൈ ബാഗ്, ഇതാണ് എൻ്റെ ടോട്ട് ബാഗ്. ഞാൻ ക്രൂ ആവുന്നതിന് മുന്നേ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഈ ബാഗിൻ്റെ അകത്ത് എന്താ ഈ ക്രൂ കൊണ്ടുപോകുന്നത്, 2 ബാഗുണ്ട്, ഈ 2 ബാഗിൻ്റെ അകത്ത് ഒതുങ്ങുമോ, ഒരു രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കാനുള്ള ഈ ബാഗിൻ്റെ അകത്ത് മാത്രം മതിയോ, ഇതെന്തിനാ പിന്നെ ഈ 2 ബാഗ്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഈ ബാഗിൻ്റെ അകത്ത് കൊണ്ടുവന്നത്, ഇങ്ങനെ 2 ബാഗാണ് നമുക്കുള്ളത്, ഒന്ന് സ്ട്രോളറും ഒന്ന് ഈ ടോട്ട് ബാഗും. ഈ 2 നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കൊണ്ടുവന്ന ബാഗാണ്. ഫ്ലൈറ്റിൽ വെച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ ഈ ബാഗിൻ്റെ അകത്താണ്. സ്ട്രോളർ ആകുമ്പോൾ നമ്മൾ എടുത്ത്, നിങ്ങൾ ഒച്ച എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുക. കാര്യം എനിക്ക് മൈക്കില്ല, ഞാൻ 2 ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഈ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. സോ വേറെ എൻ്റെ സൗണ്ട് അല്ലാതെ വേറെ ചുറ്റും ഏതെങ്കിലും സൗണ്ട് വരാണെങ്കിൽ നിങ്ങളത് കേട്ടില്ല എന്നങ്ങ് നടിച്ചേക്കാം. സോ യെസ്, ഇതാണ് 2 ബാഗിൽ ഒരു ബാഗ്. അപ്പം ഞാൻ ഈ ബാഗിൽ ഇന്ന് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ട്രോളറിൻ്റെ അകത്ത് പിന്നെ ഡ്രസ്സും യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ, ഇതെന്താണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ഞാൻ വേറൊരു വീഡിയോ ഇടാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ ടോട്ട് ബാഗിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എനിക്കറിയത്തില്ല എൻ്റെ ബാഗിന് എന്താ ഇത്ര ഹെവി എന്ന്. ഞാൻ ബാക്കിയുള്ള ക്രൂഡെയൊക്കെ ബാഗൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര എളുപ്പത്തിലൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ കാണാം സ്കാനിങ് ടൈമിലൊക്കെ ബാഗിൻ്റെ. എനിക്ക് പക്ഷെ ഭയങ്കര ഹെവി ആട്ടോ. ഇതിനകത്ത് അതിന് മാത്രം ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെന്താ ഇത്ര ഭാരമെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ഭാരം. അത് മാത്രമല്ല എൻ്റെ ബാഗ് ഉണ്ടല്ലോ, എനിക്കിങ്ങനെ കണ്ടു വീർത്തിരിക്കുന്നുണ്ടോ, ഇതെന്തിനാ ഇതിന് മാത്രം വീർത്തിരിക്കാൻ മാത്രം എന്താ ഇതിൻ്റെ അകത്തുള്ളതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. സോ യെസ്, നമുക്ക് ഓരോന്നായിട്ട് തുറന്നു ബാഗ് തുറക്കാം. ആൻഡ് തുറക്കുന്നതിന് മുന്നേ ഡിസ്ക്ലെയിമറായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മിഠായി കവർ, പ്ലാസ്റ്റിക് കവർ അങ്ങനെയുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് ഇന്നലെ ഞാൻ ഫ്ലൈറ്റ് കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഓക്കെ, അപ്പം ബാഗൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, ഞാൻ അതേപടി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം എന്നെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് എന്തെങ്കിലും മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ നമുക്ക് വെക്കാൻ അലൗഡ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് ബാഗിലേക്കാണ് പെട്ടെന്ന് ഇടാറ്. സോ അത് നിങ്ങൾ ജഡ്ജ് ചെയ്ത് തന്നെ. ഓക്കെ, അപ്പം നമുക്ക് ബാഗ് തുറന്ന് എന്താണ് ആദ്യം ഇതിൻ്റെ അകത്തുള്ളത്, ഇത്രയും തുറക്കണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞങ്ങളുടെ ബൈബിളാണെന്ന് പറയുന്ന ബുക്കാണ്. ബൈബിൾ എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഇൻ കേസ് ഒരു എമർജൻസി കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് റെഫർ ചെയ്യുന്നത് ഈ ബുക്കിലാണ്. കണ്ടു, ഈ ബുക്കിലാണ് പെട്ടെന്ന് ഞങ്ങൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആദ്യം. ഇത് മെയിനാണ്. ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഫയലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെയാണ് ഉള്ളത്. ഈ ഫയലും ഈ QRHും ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എങ്ങോട്ടാണെങ്കിലും, ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും
ദിസ് ഈസ് മാൻഡേറ്ററി. ഇത് രണ്ടും ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ മറക്കാതെ എടുക്കുന്നത്. ഞാനിത് മാറ്റാറില്ല എൻ്റെ ബാഗിൽ നിന്ന്, കാര്യം മാറ്റിക്കഴിഞ്ഞാൽ മറക്കും. അതുകൊണ്ട് ഞാനിത് മാറ്റാറില്ല. ഇത് ഇതിൻ്റെ അകത്ത് തന്നെ കാണും. ഓക്കെ. പിന്നെ വരുന്നത് ഇത് ക്യാഷ് പൗച്ചാണ്. നമുക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ നമുക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യണമെന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പാസഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ പൈസ വാങ്ങിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന പേഴ്സാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇപ്പം പൈസയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് ഒരു ഹാൻഡ് ക്രീം ഉണ്ട്. ബിക്കോസ് ഫ്ലൈറ്റിലാകുമ്പോൾ ഉണ്ടല്ലോ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും നമ്മുടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇച്ചിരി ഇങ്ങനെ എടുക്കും. ഇത് പക്ഷെ നല്ല ഹാൻഡ് ക്രീം ആട്ടോ. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത്, മിനീസോയിന്നാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ആ മിനീസോയിന്ന് വാങ്ങിച്ചത്. ഇതുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ ഹാൻഡ് ക്രീം. ഞാനതൊക്കെ ഇങ്ങനെ ഇച്ചിരി എടുക്കും. എടുത്തിട്ട് നല്ല നല്ല ഹാൻഡ് ക്രീം. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള കൈയൊക്കെ നല്ല പോലെ നല്ല സ്മൂത്ത് ആക്കും. കൊള്ളാം, നല്ല ഹാൻഡ് ക്രീമാണത്. പിന്നെ വരുന്നത് പെർഫ്യൂം. നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ അടക്കം നടക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ നല്ല ലൈക്ക് വി ഷുഡ് സ്മെൽ ഗുഡ് അല്ലേ. അപ്പം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതിൻ്റെ സ്മെല്ല്. ഇത് വിക്ടോറിയ സീക്രറ്റിൻ്റെ ബേർ വെനില എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ സ്മെല്ല്. നല്ല നല്ല അടിപൊളി പെർഫ്യൂമാണ് ഇത്. ഞാൻ എവിടെ പോയപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്? മസ്കറ്റിലാണെന്ന് തോന്നുന്നു. മസ്കറ്റിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. നല്ല നല്ല പെർഫ്യൂമാണ്, നല്ല സ്മെല്ലാണ്. എനിക്ക് എപ്പോഴും ഫ്ലൈറ്റിന് പോകുമ്പോൾ കോംപ്ലിമെൻ്റ് ലൈക്ക് നല്ല സ്മെല്ലാണല്ലോ, ഏത് പെർഫ്യൂം അടിച്ചേക്കുന്നതെന്ന് മിക്ക ക്രൂവും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു പെർഫ്യൂമാണിത്. നല്ല കൊള്ളാം, നല്ല നല്ല സ്മെല്ലാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതൊരു ഹെയർ ജെല്ലാണ്. ഈ ഹെയർ ജെൽ എന്ന് പറയുന്നത് നമ്മൾ ക്യാബിനിലൊക്കെ നിൽക്കുമ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ഹാറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഇതെടുത്ത് മാറ്റുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി വയ്ക്കും. അപ്പോൾ അതങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഒരു വൃത്തികേടാണല്ലോ. നമ്മൾ ഫുൾ നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ജെല്ല് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളിയാട്ടോ. പക്ഷേ മുടിക്ക് അത്ര നല്ലതല്ല. ഞാൻ അലോവേര ജെല്ലേ മറ്റുള്ളവർക്ക് പ്രിഫർ ചെയ്തുള്ളൂ. ബട്ട് എൻ്റെ മുടി കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളർന്നൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഇരിക്കത്തില്ല അലോവേര ജെല്ല്. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് അത് വീണ്ടും ഇങ്ങനെ തന്നെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് പൊങ്ങിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഇത് ബ്ലിങ്കറ്റിൽ കിട്ടും കേട്ടോ. ഞാൻ ഇത് ബ്ലിങ്കറ്റിൽ എത്ര രൂപയായിരുന്നു? 70 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. നല്ലതാ, മുടി അതേപോലെ ഇരിക്കും. പിന്നെ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഇത് ഇല്ലാതെ പിന്നെ ഒരു ലൈഫില്ല. ഈ ക്രൂ ആയതിനു ശേഷം നമ്മൾ ഓൾറെഡി ക്യാബിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴൊക്കെ ഇവിടുത്തെ ഇത്രയും ഭാഗത്ത് ലിപ്സ്റ്റിക്ക് പോകും. അപ്പോൾ അത് ഭയങ്കര വിയേർഡാണ് കാണാൻ, ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഇരിക്കുന്നത്. നമ്മൾ ഫുള്ളി ഗ്രൂംഡായിട്ട് ലിപ്സ്റ്റിക്ക് ഇല്ലാതിരിക്കുമ്പോൾ ശരിയാകത്തില്ല. അപ്പം ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ ഈ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കിടക്കുന്നത് ഇവിടെ വേറൊരു സിബ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണാമോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു സിബ്. ആ സിബിൻ്റെ അകത്ത് ഞാനൊരു എക്സ്ട്രാ പെയർ ഓഫ് ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ, ഞാൻ ഡിഗ്രിക്ക് കയറുമ്പോൾ വാങ്ങിയ ഫോണാണിത്. ഞാനിത് എക്സ്ട്രാ അങ്ങ് കൊണ്ടുപോകും. ഇൻ കേസ് ഐഫോൺ ആരെങ്കിലും എന്തേലും ഒരു ഇതിന് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടുകയോ ഓണാവാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ ഫോൺ, ഇത് ഓണാവാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് യൂസ് ചെയ്യാം. ഓണാവുന്നുണ്ട് കേട്ടോ, ഓണാവുന്നുണ്ട്. അങ്ങനെ എനിക്ക് 2 ഫോണുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ ഫോൺ. ഇത് ഞാൻ പിന്നെ ഒരു എന്തെങ്കിലുമൊരു ഇത് വന്നു കഴിഞ്ഞാൽ സമയം ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ഈ ഫോൺ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ആണെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ഈ ഫോൺ. ഓക്കെ, അങ്ങനെ ഈ ഒരു ഫോണുണ്ട്. പിന്നെ വീടിൻ്റെ ചാവി. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവിടെ വീടിൻ്റെ ചാവി ഇല്ലാതെ ഇവിടെ വന്നപ്പം വീട്ടിലാരും ഇല്ല. സാറേ ഞാൻ പെട്ടിയും ബാഗൊക്കെ ഇട്ട് പുറത്തിരിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഒരു അബദ്ധം പിന്നീട് പറ്റരുത്. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഒരു ചാവി, സാധാരണ ഞാൻ വീടിൻ്റെ ഒരു താക്കോല് കൊണ്ട് നടക്കാറുണ്ട്. പക്ഷെ അന്ന് എന്തോ ഞാൻ എൻ്റെ ബാഗ് എന്തോ ക്ലീൻ ചെയ്തപ്പോൾ ഈ ചാക്കോലെടുത്ത് ഞാൻ എൻ്റെ ബെഡിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിന് പോയത്. അപ്പം അതെനിക്ക് പണിയായി. അപ്പം അങ്ങനെ ഒരു വീടിൻ്റെ കീ അതുണ്ട്. പിന്നെ പാസ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതും മാറ്റാറില്ല. എൻ്റെ ബാഗിൽ നിന്ന് എപ്പോഴും എൻ്റെ കൈ കാണും പാസ്പോർട്ട്. പാസ്പോർട്ടൊക്കെ കാണും. എൻ്റെ ഒരു പാസ്പോർട്ട്. പിന്നെ
കാൽക്കുലേറ്റർ ഇതെന്തിനാന്ന് എനിക്ക് അറിയത്തില്ല, ഞാനിത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ കാൽക്കുലേറ്റർ എൻ്റെ ബാഗിൽ കിടപ്പുണ്ട്. ഇത് നമ്മൾ ഞാൻ പിന്നെ ആലോചിച്ചാൽ എന്താ പറയുമോ, ഈ പാസഞ്ചേഴ്സ് പൈസയൊക്കെ തരുമല്ലോ, ചില ഫ്ലൈറ്റ്സിലൊക്കെ കുറേ പാസഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യും നമ്മുടെ ബൈ ഓൺ ബോർഡ് കാർട്ടിൽ നിന്ന് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് കാൽക്കുലേറ്റർ, ഞാൻ ഫോൺ അങ്ങനെ നമുക്ക് ക്യാബിനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പം ഞാൻ കാൽക്കുലേറ്റർ കൊണ്ടുപോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ മിഠായിയുടെ കവറൊക്കെ വരുന്നുണ്ടോ, പൊങ്ങി വരുന്നുണ്ടോ, അതാണ് ഇതൊക്കെ. ഇനി വല്ലതും ഉണ്ടോ? ഇതൊക്കെ. ഇനി ഈ പേഴ്സാണുള്ളത്. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ, ഇത് ഞാൻ അബുദാബി പോയപ്പോൾ മിനിസോയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കുറച്ചധികം നാളെ ഇതെൻ്റെ കൂടെ. ഭയങ്കര ഇതിങ്ങനെയാണോ? ഇതിങ്ങനെയാണ് കേട്ടോ. ഡു യു ലൈക്ക് പൈനാപ്പിൾസ് എന്നാണ് എഴുതിയേക്കുന്നത്. നല്ല പേഴ്സാണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, ആധാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ ക്യാഷൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഞാനങ്ങനെ പുറത്തുള്ള കറൻസീസ് അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളല്ല. ബിക്കോസ് എനിക്ക് ഫോറക്സ് കാർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഫോറക്സ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിഗോ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇൻ്റർനാഷണൽ പോകുമ്പോൾ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പൈസയൊക്കെ അവർ ഇതിൻ്റെ അകത്ത് ഇട്ട് തരും. അപ്പോൾ ഇത് മറക്കരുത്. ഇത് മറന്നു കഴിഞ്ഞാൽ ആ ലേ ഓവർ തീർന്നു. നമുക്ക് വെറുതെ അവിടെ ഇരിക്കാൻ ചത്തുകുത്തി. നമ്മുടെ കൂടെയുള്ള ക്രൂവൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം ഇത് മറക്കത്തില്ല, ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. പിന്നെ കറൻസീസ് ഞാൻ വേറെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മസ്കറ്റ് പോയി വന്നേ ഉള്ളൂ. അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് പൈസ വിഡ്രോ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് മിച്ചം വന്ന പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഉണ്ട് എൻ്റെ. പെട്ടെന്നായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. എന്തെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എനിക്ക് പക്ഷേ അത് ഇഷ്ടമല്ല, എൻ്റെ ആ ഫോട്ടോ കൊള്ളത്തില്ല. വേറെ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ ഡൽഹിയിൽ നിന്ന് എടുത്ത ഫോട്ടോ ആയിരുന്നു. അതെനിക്കിഷ്ടമാണ്. ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കുന്ന ഫോട്ടോ അതാ, നല്ല ഫോട്ടോ, ആ ഫോട്ടോ കൊടുക്കും. പിന്നെ എൻ്റെ ഈ 2 ഫോട്ടോ മാത്രമല്ല ഗൈസ്, എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോയും ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് എൻ്റെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ കൊണ്ട് നടക്കാൻ. വേണ്ടപ്പെട്ടത് ആദ്യം തന്നെ എനിക്ക് വേണ്ടപ്പെട്ടത് എന്നെ തന്നെയാണ്. ഇതെൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ്. ഞാൻ കണ്ടു, ഞാൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഇതെൻ്റെ ഫ്രണ്ടാണ് അഭിരാമി, എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. അവളുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആട്ടോ. പിന്നെ എൻ്റെ ഉപ്പാടെ ഫോട്ടോ ഉണ്ട്, ഞാൻ ഉപ്പാടെ ഫോട്ടോ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ ഇതാണ് അഭിരാമി, അവൾ വളർന്ന് വലുതായി, ഇങ്ങനെ ഒരു കുട്ടി, അവളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് അർച്ചന, ഇതും എൻ്റെ കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവളുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇവർ മാത്രമല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വേറെയും 1-2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. പക്ഷെ അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കയ്യിലില്ല ഗൈസ്. ഞാനത് കോളേജിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെച്ച ഫോട്ടോ ആണ്. ഇത് ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഫോട്ടോസ്. ഇതെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഇരിക്കാറുള്ള ഫോട്ടോ തന്നെയാണ്. ഇത് ഞാൻ മാറ്റാറില്ല, ഇത് തന്നെ പേഴ്സിൽ തന്നെ എപ്പോഴും കാണും. അപ്പം അതങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ആധാറും അങ്ങനെയുള്ള കാർഡൊക്കെ ആട്ടോ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അത്യാവശ്യമുള്ള കാർഡുകളും പാൻ കാർഡ്, ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കാറ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ കഴിഞ്ഞു. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഈ സിബും ഇതെല്ലാം. ഇത് പിന്നെ എൻ്റെ മെഡിസിൻസ്, ഇപ്പോൾ പനി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ വേണ്ട മെഡിസിനൊക്കെ ഉണ്ട്. അതത്രേ ഉള്ളൂ, പെട്ടെന്ന് ഹാൻഡി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മെഡിസിൻസ്. അതങ്ങനെ. ഇനി നമ്മൾ ഇപ്പുറത്തെ ഇത് തുറക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? കാർഡിഗൻ. ഫ്ലൈറ്റിലെ തണുപ്പ് നമുക്ക് ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് കുറച്ച് ചില സമയത്ത് എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര ഹോട്ടായിട്ട് ഫീൽ ചെയ്യും. അതായത് എനിക്ക് പെട്ടെന്ന് ചൂടെടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചൂടെടുക്കുമ്പോൾ ഞാൻ ഈ കാർഡിഗൻ ഊരും. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തണുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കാർഡിഗൻ ഇടും. അപ്പം എനിക്ക് കാർഡിഗൻ ഉണ്ട്. ഇതാണ് കാർഡിഗൻ. ഇൻഡിഗോയുടെ സിമ്പിളുണ്ട്. ഇത് നമ്മൾ തണുപ്പിൽ നിന്നും രക്ഷിക്കും. അപ്പം അത്. പിന്നെ ഇതെന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത് ക്യാബിൻ ഷൂ ആണ്. നമുക്ക് ഹീൽസ് ഫ്ലൈറ്റ് വരെ മാത്രമാണ് നമ്മൾ സർവീസിൻ്റെ ടൈമിൽ ഇടേണ്ടത്. ഈ ക്യാബിൻ ഷൂ ആണ്. അപ്പം ഷൂ നമ്മൾ സ്ട്രോളറിൽ വെച്ചാൽ സ്ട്രോളർ ഫുൾ ഓപ്പൺ ചെയ്ത് എടുക്കേണ്ടിയൊക്കെ വരും. അപ്പം ഞാൻ ഹാൻഡി ആയിട്ട് ഇതിൻ്റെ അകത്താണ് വെക്കാറ്. ക്യാബിൻ ഷൂ ഉണ്ടാവും.
പിന്നെ എന്താണുള്ളത്? എൻ്റെ ലെൻസാണ്. ഞാൻ എപ്പോഴും വെക്കാറില്ല, പക്ഷെ എനിക്ക് കണ്ണ് കാണാം കേട്ടോ. ലൈക്ക് എനിക്ക് കുഴപ്പമില്ല, ഐസൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇത് പവറുള്ള ലെൻസ് അല്ല, അല്ലാത്ത ലെൻസാണ്. ഇത് എന്തോ ഗ്രേ ആണിത്, ഗ്രേ ആണ് കളർ. ഓക്കെ, അങ്ങനെ ലെൻസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഇത് ഗേൾ പവർ എന്ന് പറഞ്ഞിട്ട് ബാഡ്ജ്, അത് ഞങ്ങളുടെ യൂണിഫോമിൻ്റെ ഈ കൈയുടെ ഇവിടെ കുത്തുന്നതാണ്. ഇത് കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് എവിടെയോ തട്ടി ദൂരി താഴെ വീണു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതെടുത്ത് കുത്താൻ പറ്റില്ല, അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാഗിൻ്റെ അകത്ത് ഇട്ടതാണ് ഗേൾ പവർ. ഇതും ഒരു ഹാൻഡ് ക്രീമാണ്. ഇതും കളർഫുൾ ബോഡി സീക്രട്ടിൻ്റെ ഫ്രേഗ്രൻസ് ലോഷനാണ്. ഡിയർ ബോഡിയോ, നല്ല സ്മെല്ലാണ്. ഇതൊരു ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ്, നല്ല സ്മെൽ. പിന്നെ ഈ ബോക്സ് എൻ്റെ കയ്യിൽ എപ്പോഴും ബാഗിൻ്റെ അകത്ത് കാണാറുള്ള ബോക്സാണ്. ഇതിൻ്റെ അകത്താണ് ഇത് സത്യം പറയട്ടെ, ഇത് ഞാൻ കോളേജ് ടൈം തൊട്ട് എൻ്റെ കോളേജ് ബാഗിൽ കിടക്കുന്ന ബാഗ് ഇതാണ്. ഇതിപ്പോൾ കോളേജിൽ നിന്ന് ഇപ്പം എൻ്റെ ടോട്ട് ബാഗിലേക്ക് മാറിയേക്കാണ്. ഇത് കണ്ടു, ഈ പാവ. ഇത് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ കാണും ഈ പാവേനെ. ഞാനിത് കോളേജിൽ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന പാവയായിരുന്നു. ഇത് അങ്ങനെ ഞാനൊരു ടോയ് ലവറൊന്നും അല്ല, പക്ഷെ ഇത് ഒരു കുഞ്ഞ് ഭയങ്കര കഴുകിയിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ കഴുകാം. ഇത് എനിക്ക് തോന്നുന്ന ഇത് അന്നിരുന്ന, ഞാനിത് പിന്നെ പുറത്തേക്ക് എടുത്തിട്ടില്ല. ഈ ഇരിക്കുന്ന എന്തോന്നറിയാമോ, ഞാൻ കാണിച്ചു തരാം. നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് കണ്ടോ, മെഹന ഫാത്തിമ ബികോം ടാക്സ്. എൻ്റെ കോളേജിൽ ഞാൻ കോളേജ് ബസ്സിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പകുതി വരെയൊക്കെ ഞാൻ കോളേജ് ബസ്സിന്, സെക്കൻഡ് ഇയർ പകുതി വരെ ആയിരുന്നോ ഞാൻ തോന്നുന്നു കേട്ടോ, കോളേജ് ബസ്സിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് കോളേജ് ബസ്സിൻ്റെ ഫീസ് അടച്ചതിൻ്റെ പേപ്പറായത്. ഇത് നമ്മൾ കാണിച്ചാലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബസ് ഫീ ടിൽ മെയ് 2023 വരെ അടച്ചതിൻ്റെ റെസീപ്റ്റാണ്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എനിക്ക് ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ കളയാൻ തോന്നത്തില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, അതവിടെ തന്നെ ഇരുന്നോട്ടെ, ആർക്കാ ബുദ്ധിമുട്ട്, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ പാവയുണ്ട്, പാവ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കും ഇതെന്താ ഇതെന്ന്. ഇത് BA ട്യൂബാണ്. നമ്മൾ ഫ്ലൈറ്റിന് പോകുന്നതിന് മുന്നേ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി എടുക്കുന്ന ട്യൂബാണിത്. ഈ ട്യൂബ് നമ്മളൊരു മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ ഊതും. അപ്പം അതിൻ്റെ അകത്ത് ആ മെഷീനിൽ കാണാൻ പറ്റും നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ട്യൂബാണ്. അത് ഞാൻ ഈ ബോക്സിൻ്റെ അകത്തട്ടോ സൂക്ഷിക്കുന്നത്. നല്ല ബോക്സ് അല്ലേ, എനിക്ക് ഹാൻഡി ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ബോക്സാണ്. BA ട്യൂബ് ഇതിങ്ങനെ കിടക്കാം. ഇതിൻ്റെ അകത്ത് വെച്ചിരുന്ന സാധനമാണ്. അതെങ്ങനെ അവിടെ പുറത്ത് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ അകത്താണ് ഞാൻ കൊണ്ടുപോകാറ്. പിന്നെ വരുന്നത് ഇതൊരു ജേർണൽ ബുക്കാണ്. ഞാനിത് എവിടെ നിന്നാണ്, അബുദാബിയിൽ നിന്ന് തന്നെ മിനീസോ അല്ല മുമൂസോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണിത്. അതിനെ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു പെന്നും ഇതും. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇത് ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ ഒരിക്കലൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി കേട്ടോ. അത് ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഒരുപാടായിട്ടില്ല ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്, ബട്ട് സ്റ്റിൽ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കറിയത്തില്ല ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന്. അത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് ആ പാസഞ്ചറിൻ്റെ ഫാമിലി വന്ന് സത്യം പറഞ്ഞാൽ എന്നെ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെറ്റ് ഓഫ് ക്രൂവിനൊക്കെ വന്ന് ഹഗ് ചെയ്ത് അവർ താങ്ക്സ് പറഞ്ഞ്. അവർ സൗദി അറേബ്യയിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു. അവർ മലയാളികളല്ല, അറേബ്യൻസ് ആണ്. സോ ദേ ലൈക്ക് വന്ന് ഹഗ് ചെയ്ത് അവർ കരഞ്ഞു വന്നിട്ട്. എന്നിട്ട് അവർ കയ്യിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇവിടെ ഉമ്മയൊക്കെ തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊരാളുടെ ലൈഫ് സേവ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലി, അവരുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ അന്നത്തെ ദിവസം അതായിരുന്നു തോന്നുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ഫ്ലൈറ്റിന് ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. ഒരാൾ നമ്മുടെ മുമ്പിൽ ലൈഫിന് വേണ്ടി
ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ അവരെ കൈപിടിച്ച് കയറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അത് ആ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഞാൻ ആ ഒരു എക്സ്പീരിയൻസിലൂടെ എൻ്റെ ലൈഫിൽ ഞാൻ കടന്നിട്ടില്ല. അപ്പം ഞാൻ ആ ഒരു ഇത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ ആരൊക്കെയാണ്, ലൈക്ക് എന്തുകൊണ്ടത് സ്പെഷ്യലായി, ലൈക്ക് വൈ ഇറ്റ് ഇസ് സ്പെഷ്യൽ ഫോർ മീ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ആ മെമ്മറി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബുക്കാണ് ഇവിടെ ഫ്രണ്ടിൽ. ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് പുതിയ ബുക്കായതുകൊണ്ട് എനിക്ക് എഴുതാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എൻ്റെ ഒരു കാണിക്കത്തില്ല എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ ഈ ഇത് ഞാൻ എഴുതുന്നത് കുവൈറ്റ് ടു കൊച്ചി ഫ്ലൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിത് എഴുതുന്നത്. ഞാനത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുവൈറ്റ് ടു കൊച്ചി ഫ്ലൈറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിലെനിക്ക് ഫ്യൂച്ചറിൽ ചെയ്യേണ്ട എൻ്റെ ഗോ ടു ഗോൾസ് ഒക്കെ ഞാനിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഈ ബുക്കിൽ എഴുതിയിട്ടില്ല. ഈ ബുക്കിൽ ഞാൻ ഈ പേര വെച്ച് മാത്രമേ എഴുതുള്ളൂ. ഭയങ്കര ക്യൂട്ടല്ലേ, ഭയങ്കര മനസ്സിൽ വെച്ചേക്കുന്നത്. പിന്നെന്താ, വീണ്ടും ഒരു പേന, വീണ്ടും ഒരു ലിപ്സ്റ്റിക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നൈക്കയുടെ മഹാറാണി ഷെയ്ഡാണ്. ഇത് തീർന്നു പോയിട്ട് ഞാൻ ട്രെയിനിങ്ങിൻ്റെ ടൈമിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തീർന്നു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇടയ്ക്ക് ഫ്ലൈറ്റിന് പോയപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നൈക്കയുടെ സ്റ്റോർ കണ്ടു. കണ്ണും പൊട്ടി ഞാൻ അവിടെ കയറി വാങ്ങി, ഒന്നും നോക്കിയില്ല. അങ്ങനെ ആ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. വേറെന്താ, വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇതെന്താണ്, എന്തോ വാങ്ങിച്ചതിന്റെ ബില്ലാട്ടോ, എനിക്കറിയത്തില്ല. എന്തോ വാങ്ങിച്ചതിന്റെ ബില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വാങ്ങിച്ചതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവന്നിടും. യൂണിഫോമിൻ്റെ പോക്കറ്റിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ബാഗിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു എൻ്റെ സ്ട്രോളറിലും പിന്നെ എൻ്റെ യൂണിഫോമും, എനിക്ക് ഞാൻ ചെല്ലുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ഡ്രസ്സും, പിന്നെ മേക്കപ്പ് ബോക്സും, പിന്നെ എന്താ പറയുക, ഒരു ജ്വല്ലറി ബോക്സ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് സ്ട്രോളറിൽ വരുന്നത്. ഇതാണ് ഹാൻഡി ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ബാഗ്. സോ യെസ്, ഇത്രേ ഉള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടന്റ് ഇടാനൊക്കെ ഞാൻ ശ്രമിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് കോണ്ടന്റിലേക്ക് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ, until then, see you, bye bye.